കെ.സി. വേണുഗോപാൽ കേരള മുഖ്യമന്ത്രിയാകുമോ? അവസാന റൗണ്ടിൽ ശ്രീ കെ.സി. വേണുഗോപാൽ ഷാറൂഖ് ഖാനായി മാറി ജൂഹി ചൗളയെ കല്യാണം കഴിക്കുമോ? മോഹൻലാലും മമ്മൂട്ടിയുമായി നിന്ന ശ്രീ വി ഡി സതീശനും ശ്രീ രമേശ് ചെന്നിത്തലയും അവസാന റൗണ്ടിൽ കെ.സിയുടെ ഈ കുതിപ്പിന് മുമ്പിൽ അദ്ദേഹം ഷാറൂഖ് ഖാനായി മാറുമ്പോൾ മുഖ്യമന്ത്രിയാകാതിരിക്കുമോ? വളരെ രസകരമായ ഒരു വൈറൽ വീഡിയോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് ഹരികൃഷ്ണൻസിലെ ഒരു വീഡിയോ ആണ്. അതിലെ പാട്ട് ഞാൻ ഇടുന്നില്ല, കാര്യം പാട്ടിന് കോപ്പിറൈറ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇതാണ് അതിലെ സിനാരിയോ. ആ സിനാരിയോ കാണേണ്ടതാണ്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ ആ പാട്ടാണ്. എന്നിട്ട് ആ പാട്ടിന്റെ ഭാഗമായിട്ട് അന്നാദ്യം കണ്ടതോർമ്മയില്ലേ നമ്മുടെ രമേശ് ചെന്നിത്തലാജിയും ശ്രീ വി ഡി സതീശനും അതിശക്തമായി ജൂഹി ചൗളയ്ക്ക് വേണ്ടി, അതായത് കേരള മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ആ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ആണ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് ഇത്രയും കാലം മുന്നിട്ട് നിന്നത് ശ്രീ വി ഡി സതീശനും ശ്രീ രമേശ് ചെന്നിത്തലയുമാണ് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൽ. സഡൻലി രസകരമായിട്ടൊരു ട്വിസ്റ്റ്. തുझे देखा तो ये जाना സർ, ആ പാട്ടാണ് ഇതിൻ്റെ ഇതിൽ. ആ പാട്ട് കേൾപ്പിക്കാൻ കഴിയുന്നില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. സഡൻലി ഹരികൃഷ്ണൻസിലെ ട്വിസ്റ്റായി ഷാറൂഖ് ഖാൻ വരുന്നതായിട്ടാണ്. അത് ശ്രീ കെ.സി. വേണുഗോപാൽ ഷാറൂഖ് ഖാനായി അവതരിക്കും എന്നാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തവൻ്റെ ക്രിയേറ്റിവിറ്റി സംവദിക്കണം. അതിഭയങ്കരമായ അപാരമായ ക്രിയേറ്റിവിറ്റിയാണ്, അത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാന റൗണ്ടിൽ ശ്രീ കെ.സി. വേണുഗോപാൽ ഷാറൂഖ് ഖാനായി മാറി ജൂഹി ചൗളയെ കല്യാണം കഴിക്കുമോ? അല്ലെങ്കിൽ അവസാന റൗണ്ടിൽ ശ്രീ കെ.സി. വേണുഗോപാൽ ഓടിക്കേറി മുഖ്യമന്ത്രിയാകുമോ? അത് ചോദിക്കുന്നതിനുള്ള രാഷ്ട്രീയപരമായ ഇമ്പാർഷ്യലായ നിഷ്പക്ഷമായ അവലോകനത്തിന്റെ കാരണം ഇതുവരെ മുന്നിട്ട് നിന്ന പേരുകൾ ശ്രീ വി ഡി സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല എന്നിവരുടെയാണ്. ശ്രീ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും റീഡിംഗ് ഉള്ള, വായനയുള്ള, അറിവുള്ള, ഡെപ്തുള്ള നേതാക്കളിൽ ഒരാളാണ്. ശ്രീ ശശി തരൂർ എന്ന വിശ്വപൗരൻ, അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആരാധനയാണ് ശ്രീ വി ഡി സതീശന്റെ മലയാളം പ്രഭാഷണങ്ങളോട് തോന്നാറുള്ളത്. ആഴത്തിൽ കാര്യങ്ങൾ പഠിക്കുകയും പറയുകയും ചെയ്യുന്ന ശ്രീ വി ഡി സതീശൻ, അദ്ദേഹം മുന്നിൽ നിന്ന് പോരാടി എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു ഫാക്ടർ. ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹമാണ് ഏറ്റവും സീനിയർ, മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്നു, കേരളം കണ്ട പ്രഗത്ഭനായ ഭരണാധികാരിയാണ്, എതിർപക്ഷത്ത് നിൽക്കുന്നവർ പോലും ആദരവ് ഉണ്ടാക്കുന്ന രീതിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. ശ്രീ വി ഡി സതീശൻ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തലാജി ഗാന്ധിയൻ റൈറ്റ് ആണ്. അതായത് സമുദായങ്ങളോടെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ വി ഡി സതീശന്റെ വളരെ വിവാദമായ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: സമുദായ നേതാക്കൾ ഇരിക്കാൻ പറയുമ്പം കടന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് NSSനെയൊക്കെ, ശ്രീ സുകുമാരൻ നായർ സാറിനെയൊക്കെ ഒരു അവസരത്തിൽ പ്രകോപിപ്പിച്ചത്. അപ്പോൾ മതസമുദായങ്ങളോടെല്ലാം ചേർന്ന് നിൽക്കുകയും എന്നാൽ മതേതര പക്ഷത്തോടും ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അതുകൊണ്ട് NSS, SNDP, ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകൾ, ഇവർക്കെല്ലാം പൊതുവെ അനുഭാവം ശ്രീ രമേശ് ചെന്നിത്തലയോടെയാണെന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സ്റ്റാൻഡ് ഇതിൽ വളരെ ക്ലിയർ ആണ്. മുസ്ലിം ലീഗാണ് ഏറ്റവും ശക്തമായ UDFന്റെ അടിത്തറകളിൽ ഒന്ന്. മുസ്ലിം ലീഗിലെ ബഹുമാനപ്പെട്ട നേതാക്കൾ പലപ്പോഴും ശ്രീ വി ഡി സതീശനോടാണ് അനുഭാവമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. അവരുടെ പ്രസ്താവനകളിൽ നിന്നെല്ലാം ശ്രീ വി ഡി സതീശനാണ് അവരുടെ ചായ്വ് എന്ന് പറഞ്ഞ് കേട്ടിരുന്നു. അപ്പോൾ അവിടെയാണ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ശ്രീ കെ.സി. വേണുഗോപാലിന്റെ പേര് കുറെ കൂടെ ശക്തമായി വന്നത്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ശ്രീ വി ഡി സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തലാജി, ശശി തരൂർ സാർ, വിശ്വപൗരൻ നായർ, ശ്രീ കെ മുരളീധരൻജി, സവർണ ഹിന്ദു വിഭാഗത്തിൽ നടക്കം എല്ലാവരുടെയും നേതാവായി മാറിയ നമ്മുടെ മഹാനായ ലീഡറിന്റെ മകൻ, ഇവർക്കെല്ലാം പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അവസാന റൗണ്ടിൽ ശ്രീ കെ.സി. വേണുഗോപാൽ ഓടിക്കേറുകയും കോൺഗ്രസിലെ ഒരു പ്രബല ഗ്രൂപ്പിന്റെ പൂർണ്ണമായ പിന്തുണ ശ്രീ കെ.സി. വേണുഗോപാലിനുണ്ടാകുകയും കൂടുതൽ അദ്ദേഹം ഒരു സ്ട്രോങ് ബാക്ക് റൂം ഓപ്പറേറ്റർ ആണ്, നല്ല അഡ്മിനിസ്ട്രേറ്റർ ആണ്, കാര്യങ്ങൾ വളരെ ഇൻഡെപ്തായി മെയ്വഴക്കത്തോടെ ചെയ്യുന്ന വ്യക്തിയാണ്, എല്ലാ വിഭാഗങ്ങളിലേക്കും റീച്ച് ഔട്ട് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ്, തുടങ്ങിയ ഒരുപാട് മെച്ചം അദ്ദേഹത്തിനുണ്ട്. സാക്ഷാൽ ശ്രീമതി സോണിയാഗാന്ധിയുടെയും ശ്രീ രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്ന് പറയും. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാക്കളിലൊന്നാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ശ്രീ കെ.സി. വേണുഗോപാൽ, അദ്ദേഹം MP ആണ്, അദ്ദേഹം മത്സരിച്ചിട്ടില്ല. അദ്ദേഹവും ശക്തമായി തന്നെ മുന്നിട്ടിറങ്ങി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ അദ്ദേഹമോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ടീമോ, ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന പല അനാലിസിസും നേതാക്കൾ നേരിട്ട് ചെയ്യുന്നതല്ല, നേതാക്കളുടെ ആശീർവാദത്തോടു കൂടി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നേതാക്കളുടെ ആശീർവാദം ഇല്ലാതെ എക്കോസിസ്റ്റം ചെയ്യുന്നതാണ്. 2-3 പോസിബിലിറ്റീസിലുണ്ട്. അതായത് ശ്രീ വി ഡി സതീശൻ വേണമെന്ന് ശക്തമായി ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല വരണം മുഖ്യമന്ത്രിയായിട്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ശ്രീ കെ.സി. വേണുഗോപാൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തിന് ഇപ്പോൾ മേൽക്കൈ കിട്ടുന്ന രീതിയിലേക്ക് ഒരു ഓടിക്കയറ്റം, അല്ലെങ്കിൽ റണ്ണിങ് ദ ലാസ്റ്റ് ലാപ്പ് ഫാസ്റ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയും.
കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയവരെ സമ്മതിക്കണം. ആ വീഡിയോ ഉണ്ടാക്കിയവരുടെ ബുദ്ധി, ആ 1 മിനിറ്റിൽ ഇത്രയും ആഴമേറിയ കാര്യങ്ങൾ നല്ല രീതിയിൽ അവർക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ അവസാന ലാപ്പിൽ ശ്രീ KC ഓടിക്കേറുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അറിയില്ല. കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം എക്സൈറ്റിംഗ് ആയ ഒരു ടേണിലേക്ക് പോവാൻ. ഒരർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ നന്മയും കൂടെ അതാണ്. ജനാധിപത്യത്തിന്റെ വൈവിധ്യവും വൈബ്രൻസിയും അവിടെയാണ്. ശ്രീ പിണറായി വിജയൻ ഒരു കല്ലേ പിളർക്കുന്ന തീരുമാനം എടുത്താൽ ബാക്കി ആരും അങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് പോലെയല്ല. ഇപ്പം CPM ആണെങ്കിൽ അങ്ങനെ കേന്ദ്രീകൃത സ്വഭാവമുണ്ട്. BJPയിൽ ആണെങ്കിൽ സംഘപരിവാറും RSSും BJP നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. CPM പോലൊരു കേഡർ പാർട്ടിയിൽ പോലും അവർ തീരുമാനിച്ചപ്പോൾ ഒരിക്കൽ മാറ്റേണ്ടി വന്നത് ശ്രീ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങി ഫൈറ്റ് ചെയ്ത് VSനെ മത്സരിപ്പിക്കുകയും VSനെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. ഓർക്കണം, CPM പോലൊരു കേഡർ പാർട്ടിയിൽ VSന് സീറ്റ് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ട് സാധാരണ ജനങ്ങളുടെ പ്രക്ഷോഭം മൂലം അല്ലെങ്കിൽ അതിശക്തമായ പ്രവർത്തനം മൂലം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞതിൻ്റെ എല്ലാം കൂടി ഒരു മിക്സാണ്. ഇടതിനെയും വലതിനെയും ഒരുമിച്ച് ചേരുന്ന മധ്യമാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിൽ നേതാക്കളുടെ തീരുമാനങ്ങൾക്ക് പങ്കുണ്ട്, ഹൈക്കമാൻഡിന് ഏറ്റവും ക്രിട്ടിക്കലായ പങ്കുണ്ട്, പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന്, സോഷ്യൽ മീഡിയയ്ക്ക്, മാധ്യമങ്ങൾക്ക്, ഇവരുടെ എല്ലാം കൂടി രസകരമായ ഒരു വടംവലി അല്ലെങ്കിൽ ടഗ് ഓഫ് വാർ. അത് പോസിറ്റീവായിട്ടാണ് പറയുന്നത്, നെഗറ്റീവായിട്ടല്ല കേട്ടോ. ഒരു പോസിറ്റീവായ ടഗ് ഓഫ് വാർ ഉണ്ടാകാൻ പോവുകയാണ് കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ. 99% എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അനുകൂലമാണ് സാഹചര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ അല്ല എന്ന് പറയുന്നുള്ളൂ. ചാണക്യ പോലത്തുള്ള കാര്യങ്ങളാണ് അല്ലെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പം കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം രസകരമായ ഒരു മോഡിലേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ മോഡിൽ ശ്രീ KC വേണുഗോപാൽ ആയിരിക്കുമോ മുഖ്യമന്ത്രിയായി ഓടിക്കേറുക? അതൊരു വൻ ട്വിസ്റ്റ് ആയിരിക്കും. ശ്രീ രമേശ് ചെന്നിത്തലജിയാണോ ശ്രീ VD സതീശനാണോ? നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് കൂടുതൽ താല്പര്യം? നിങ്ങളുടെ കമന്റ് ചെയ്യുക. നമുക്ക് പൊതുജനങ്ങളുടെ പൾസും അറിയാം. എന്തായാലും കേരള രാഷ്ട്രീയം അടുത്ത ആഴ്ചയിൽ രസകരമായ ട്വിസ്റ്റിനും ടേണിനുമാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് യാതൊരു സംശയവുമില്ല.